ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വിഷുവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. ആ ഒരു എന്താ പറയുക, തിരിച്ച് നമ്മൾ പഴയ ആ ഒരു റൊട്ടീൻസിലോട്ട് കടന്നിട്ടുണ്ട് കേട്ടോ. ഇന്നലെ റൊട്ടീനൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റ് കുളിച്ചു, കണി എടുക്കണമായിരുന്നു, കണി കാണിക്കണമായിരുന്നു, വിളക്ക് കത്തിക്കണമായിരുന്നു. അപ്പോൾ പഴയതുപോലൊക്കെ റെഡി ആയിട്ട് വരുക കേട്ടോ. അപ്പോൾ ഇത് വിഷു കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം മോർണിംഗ് ആണ്. കുറച്ച് വിശേഷങ്ങൾ, ക്ലീനിങ്, നമ്മുടെ കിച്ചൺ ഡ്യൂട്ടീസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഫ്രഷൊക്കെ ആയി. പിന്നെ ഇനി നേരെ അടുക്കളയിലോട്ടാണ് കേട്ടോ. കണി വെച്ച സാധനങ്ങളെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിരുന്ന ഒരു പൈനാപ്പിൾ, നല്ല പഴുത്തത്, ഞാൻ ശരിക്കും പഴുത്തത് നോക്കിയാണ് എടുത്തത് കേട്ടോ. ഒരു ചെറുത് മതിയായിരുന്നു, അതും പഴുത്തത് നോക്കിയെടുത്തു. അതെന്തായാലും കാര്യമായി. അത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കട്ട് ചെയ്ത് സെറ്റാക്കുക കേട്ടോ. പിന്നെ ഇപ്പുറത്തെ സൈഡിലിരിക്കുന്ന കണ്ടോ, ഞാൻ ആദ്യമായിട്ട് ചക്ക വാങ്ങിച്ചു. ചക്ക കണി വയ്ക്കാനായിട്ട് ചക്ക വാങ്ങിക്കണമായിരുന്നല്ലോ. അപ്പോൾ അതും ഒരു അത്യാവശ്യം വിളഞ്ഞത് നോക്കി തരാനായിട്ട് ആ ചേട്ടനോട് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ തന്നെ ഇത് നല്ലതായിരിക്കും, വിളഞ്ഞതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഞാൻ കാണിച്ചു കൊടുക്കുന്നില്ല, ചേട്ടൻ പറയുന്നത് അത് കൊത്തച്ചക്കയായിരിക്കും, അത് വിളഞ്ഞതായിരിക്കത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ചേട്ടൻ തന്നെ ഒരു വിളഞ്ഞ ചക്ക നോക്കി ഇങ്ങിത്താ, ഒരുപാട് വലിപ്പവും വേണ്ട, എന്നാൽ ഒരുപാട് ചെറുതും വേണ്ട. അപ്പോൾ ആ ചേട്ടൻ തന്നെ എടുത്ത് തന്ന ഈ ഒരു ചക്ക കേട്ടോ. പൈനാപ്പിളൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ചക്ക, ഉണ്ട ചക്ക കേട്ടോ. ഒരുപാട് വലുതാവുന്ന ചക്കയല്ല, അത്യാവശ്യം വിളഞ്ഞതാണെന്ന് തോന്നുന്നു. പക്ഷേ ആകെ മൊത്തത്തിൽ ഞാൻ കൺഫ്യൂഷനിലാട്ടോ. ഇത് പഴുപ്പിക്കണോ, കുഴച്ചെടുക്കണോ, എന്തോ വേണമെന്ന് എനിക്കറിയാൻ വയ്യ. പിന്നെ ഞാൻ ആലോചിച്ചു, ഇതങ്ങ് വറുത്താലോ. എന്തോ വേണമെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല, അത് തൽക്കാലം അവിടോട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ കണി വെച്ചതിൻ്റെ കശുവണ്ടി ഒരു 3 ഉണ്ടായിരുന്നു. അതിൻ്റെ പഴം എടുത്ത് മാറ്റിയിട്ട് അത് നമുക്ക് കീറി കഴിക്കാം. ചുടാനായിട്ട് ഇവിടെ സൗകര്യമൊന്നുമില്ല. പിന്നെ കണി വെച്ച പഴം അതും എടുത്ത് നമ്മുടെ ഫ്രൂട്ട്സ് വയ്ക്കുന്ന ആ ഒരു ബാസ്ക്കറ്റിലോട്ട് മാറ്റി. ഞാൻ ഫ്രൂട്ട്സ് വെക്കാനായിട്ട് വാങ്ങിച്ചതാട്ടോ ഈ ഒരു ബാസ്ക്കറ്റ്. എന്നിട്ട് നമ്മുടെ ഡൈനിങ് ടേബിൾ അങ്ങ് ക്ലീൻ ആക്കാം. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണ്ടേ, സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കണമെങ്കിൽ ഇവിടെ ക്ലീൻ ചെയ്തേ പറ്റത്തുള്ളൂ. ഇന്നലെ രാത്രിയിൽ കണി ഒരുക്കിയ സ്ഥലത്തുനിന്ന് എല്ലാം എടുത്ത് മാറ്റി നേരെ ഇങ്ങോട്ടായിരുന്നു കൊണ്ടുവച്ചത്, നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലോട്ട്. അപ്പോൾ ഇന്ന് രാവിലെയാണ് അതെല്ലാം എടുത്ത് മാറ്റിയത്. അതെനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല, കാരണം ചേട്ടായിയായിരുന്നു അതെല്ലാം എടുത്ത് മാറ്റി ഓരോന്നോരോന്ന് എൻ്റെ കയ്യിലോട്ടിങ്ങ് തന്നത്. അപ്പോൾ ഡൈനിങ് ടേബിൾ ക്ലീനാക്കി. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കിയത് കൊണ്ടുവയ്ക്കാം. നീലൂട്ടനും ചേട്ടായിക്കും മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എടുക്കുന്നുള്ളൂ. എനിക്ക് പഴങ്കഞ്ഞിയാണ്. കാരണം ഇന്നലെ വീട്ടിൽ ചെന്നപ്പോൾ, നമ്മൾ ഇന്നലെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ ചേട്ടായിയുടെ അമ്മയുടെ അടുത്ത്. അപ്പോൾ അമ്മ കുറച്ച് ചക്കക്കറി തന്നുവിട്ടിട്ടുണ്ടായിരുന്നു, മാറ്റി വെച്ചിട്ട് തന്നുവിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് പഴങ്കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു. വീട്ടിൽ നിന്ന് ഇന്നലെ ചോറും കറികളും ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് പഴങ്കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പോൾ എടുത്തിട്ടില്ല, നീലൂട്ടനും ചേട്ടായിക്കും മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നേരെ അടുക്കളയിലോട്ട് വന്നിട്ട് കുറച്ച് ക്ലീനിങ് ഉണ്ടായിരുന്നു. പൈനാപ്പിളൊക്കെ കട്ട് ചെയ്തതിൻ്റെ തൊലിയും വേസ്റ്റും കാര്യങ്ങളും ഒക്കെ അവിടെ തന്നെ കിടക്കുമായിരുന്നു. പിന്നെ അതെല്ലാം ഒന്ന് മാറ്റി അവിടെ ഒന്ന് ക്ലീൻ ചെയ്യുവാണേ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ കാണുമ്പോഴേ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമൻസൊക്കെ പിന്നെ അറിയിക്കുക. അപ്പോൾ ക്ലീനിങ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മൾ ക്ലീനിങ് വ്ളോഗ് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ നമ്മുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോവാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് എനിക്ക് വന്നിട്ടുള്ള ഒരു റിക്വസ്റ്റ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. 2 റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ. കുറേ തവണയായിട്ട് ഇങ്ങനെ റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിലെ ഒരെണ്ണം അങ്ങ് ഇന്ന് ചെയ്യാം എന്ന് വിചാരിച്ചു. അത് ആ വ്ളോഗ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ രണ്ടാമത്തത് ഞാൻ സമയവും സാവകാശമൊക്കെ നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. രണ്ടാമത്തെ ആ ഒരു റിക്വസ്റ്റ് വീഡിയോ ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ എനിക്ക് ആരെങ്കിലും ഹെൽപ്പിന് വേണം. കാരണം വീഡിയോ എടുത്ത് തരാനായിട്ട് ഒരാൾ വേണം. അത് ഔട്ട്ഡോറായിട്ട് ഷൂട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അതിന് ചേട്ടായിയെ കിട്ടിയാലേ പറ്റൂ, വേറെ ആരും ഇല്ല എനിക്ക് വീഡിയോ എടുത്ത് തരാനായിട്ട്.
അപ്പോൾ അത് പിന്നീട് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതാ കുറച്ച് പാത്രങ്ങളൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയ പാത്രങ്ങളും ഒക്കെ കഴുകാനുണ്ടായിരുന്നു. അതെല്ലാം അങ്ങ് കഴുകി റെഡിയാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ക്ലീനിങ് വീഡിയോസും ഒക്കെ ബാക്ക് ടു ബാക്കായിട്ട് വരുന്നുണ്ട്. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് എനിക്കുണ്ടെന്നറിയാം. എൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. കമൻസൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് പേര് ഇന്നലെ വിഷു ആയിട്ട് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഒരുപാട് താങ്ക്സ് എല്ലാവർക്കും. വിഷു കഴിഞ്ഞെങ്കിലും എന്താ പറയുക, അതിൻ്റെ ആ ഒരു ഹാങ് ഓവറൊക്കെ വിട്ട് മാറുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി വിഷു ആശംസിക്കുന്നു കേട്ടോ, കഴിഞ്ഞെങ്കിലും. ഇത് ഇന്നലെ അമ്മ തന്നുവിട്ട സാമ്പാറാണേ. അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഇനി ഓരോന്നോരോന്ന് നമ്മുടെ ഡൈനിങ് ടേബിളിലോട്ട് കൊണ്ടുവയ്ക്കാം. ടേബിൾ ക്ലീനാക്കി ഇട്ടേക്കുമല്ലേ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഇട്ടിട്ട് എനിക്ക് വേറൊരു വീഡിയോ എടുക്കാനുണ്ട്. അപ്പോൾ ഫോണൊക്കെ സ്റ്റോറേജൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതാ അപ്പമൊക്കെ ചുട്ടിട്ടുണ്ട് കേട്ടോ, അവർക്ക് രണ്ടുപേർക്കുള്ള അപ്പമൊക്കെ ചുട്ടിട്ടുണ്ട്. സാമ്പാറും ഉണ്ട്, പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ച്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗെന്ന് പറയുന്നത് ഒരു കുട്ടി വ്ളോഗാണ്, ഒരു മോർണിംഗ് റൊട്ടീൻ, ബാക്ക് ടു മോർണിംഗ് റൊട്ടീൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ക്ലീനിങ് വ്ളോഗുമായിട്ട് അടുത്ത വ്ളോഗിലൂടെ കാണാം കേട്ടോ. അപ്പോൾ അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ.